സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്ന് വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ പവന് 1,13,200 രൂപ നിരക്കിലായിരുന്നു വ്യാപാരം. എന്നാൽ ഇന്ന് വില 1,12,160 രൂപയായി ഇടിഞ്ഞു. ഗ്രാമിന് 14,020 രൂപയാണ് നൽകേണ്ടത്. വിപണി വില ഇത്രയാണെങ്കിലും ജിഎസ്ടിയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില വീണ്ടും കൂടും. രാജ്യത്ത് 3% ജിഎസ്ടിയാണ് സ്വർണ്ണത്തിന് ഈടാക്കുന്നത്. പണിക്കൂലി ജ്വല്ലറികൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി 5%. അതേസമയം സ്വർണ്ണത്തോടൊപ്പം വെള്ളിവിലയിലും മാറ്റമുണ്ട്. ഇന്ന് ഗ്രാമിന് 269.90 രൂപയും കിലോയ്ക്ക് 2,69,900 രൂപയുമാണ് വിപണി നിരക്ക്. മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പിന്നാലെ മാർച്ച് മാസത്തിൽ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. മാർച്ച് 1-ന് 1,26,920 രൂപ നിരക്കിലാണ് സ്വർണ്ണ വ്യാപാരം നടന്നത്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പടിപടിയായി വില താഴുകയായിരുന്നു. മാർച്ച് 23-ന് വില 99,480 രൂപയിലേക്ക് താഴ്ന്നു. ഡിസംബറിൽ സ്വർണ്ണവില 1,00,000 കടന്നതിനു ശേഷം ആദ്യമായാണ് വില 1,00,000-ന് താഴെയെത്തുന്നത്. എന്നാൽ ആ ആശ്വാസം മണിക്കൂറുകൾ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. വൈകുന്നേരത്തോടെ സ്വർണ്ണവില വീണ്ടും തിരിച്ചുകയറി. മാർച്ച് അവസാനിച്ചപ്പോൾ പവന് 1,09,640 രൂപ നിരക്കിലായിരുന്നു സ്വർണം. ഏപ്രിൽ 1-ന് 1,11,080 രൂപയായിരുന്നു വില. ഏപ്രിൽ 2-ന് രേഖപ്പെടുത്തിയ 1,09,240 രൂപയാണ് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിലയിൽ വർധനവുണ്ടായി. ഏപ്രിൽ 18-ന് സ്വർണ്ണവില 1,14,240 രൂപയിലെത്തി. 21 ഏപ്രിൽ 20 ദിവസങ്ങളിൽ 1,13,880 രൂപയും 22-ന് 1,13,480 രൂപയുമായിരുന്നു വില. ഇന്നലെ 2 തവണയാണ് വിലയിൽ മാറ്റമുണ്ടായത്. രാവിലെ 1,12,600 രൂപയായിരുന്ന സ്വർണ്ണവില വൈകുന്നേരത്തോടെ വീണ്ടും വർദ്ധിച്ച് 1,13,200 രൂപ നിരക്കിലാണ് വ്യാപാരം അവസാനിച്ചത്.